بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ ഏകദേശം അതിന്റെ 18ാമത്തെ ജുസ്ഇലായി വരുന്ന ഖുർആനിന്റെ 23ാമത്തെ അധ്യായമാണ് സൂറത്തുൽ മുഅ്മിനൂൻ. അത് സംബന്ധമായി ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ വിവരണമാണ് ഇന്നത്തെ നമ്മുടെ കൂടിക്കാഴ്ചയിൽ നാം ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമുക്ക് ഇൽമിൽ ബറക്കത്തും അമൽ ചെയ്യാനുള്ള ഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആനിലെ ഓരോ അധ്യായങ്ങളുടെയും അവതരണത്തെ ചരിത്രപരമായ പരാമർശം കൊണ്ട് അതിനെ വേർതിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മക്കിയ്യ് എന്നും മദനിയ്യ് എന്നും പറയപ്പെടുന്നതാണ് സാധാരണയിൽ നാം ആ വിഷയത്തിൽ കാണപ്പെടുന്നത്. മക്കിയ്യ് എന്ന് പറഞ്ഞാൽ ഹിജ്റയുടെ മുമ്പുള്ളത്, അത് മിക്കവാറും മക്കയിൽ തന്നെയായിരിക്കും അവതരിച്ചിട്ടുള്ളത്. മദനിയ്യ് എന്ന് പറഞ്ഞാൽ ഹിജ്റയുടെ ശേഷമുള്ളത്, മിക്കവാറും മദീനയിൽ തന്നെയാണ് ആ അധ്യായങ്ങളൊക്കെ അവതരിച്ചിട്ടുള്ളത്. ഹിജ്റയുടെ ശേഷം മദീനയിൽ അവതരിക്കാതെ മക്കയിൽ വന്നപ്പോഴാണ് ആ അധ്യായം അവതരിച്ചതെങ്കിൽ പോലും അതിന് മദനിയ്യ് എന്ന് പറയാം. സൂറത്തുൽ മുഅ്മിനൂൻ നാം ചർച്ച ചെയ്യുന്ന ഈ അധ്യായം മക്കയിലാണ് പൂർണ്ണമായും അവതരിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏകദേശം 118 ആയത്തുകളാണ് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ അധ്യായത്തിന്റെ വിശേഷം പ്രധാനമായും തന്നെ മുഅ്മിനീങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് എന്നത് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ പേര് പോലും ശ്രദ്ധേയമാണ്. അള്ളാഹു നമുക്ക് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എത്തിപ്പെടാൻ ഭാഗ്യം നൽകട്ടെ. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിന്റെ മാസ്മരികമായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. സത്യവിശ്വാസികൾ അത് അറിഞ്ഞാൽ ഉപയോഗപ്പെടുത്താൻ ധാരാളം അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വയം ഹിദായത്ത് ഉണ്ടാവണമെങ്കിൽ, സ്വയം ഹിദായത്ത് ലഭിക്കാൻ, നമ്മുടെയൊക്കെ ഹിദായത്ത് നിലനിന്ന് പോവാൻ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിന്റെ പാരായണം കൊണ്ട് നമുക്ക് കഴിയും. അതുപോലെ വഴിപിഴച്ച് നടക്കുന്ന മറ്റൊരാളെ ഹിദായത്തിൽ എത്തിക്കുവാനും ഈ അധ്യായത്തിന്റെ പാരായണം കൊണ്ട് കഴിയും എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങളും പല സൂഫിയാക്കളും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം ഈ അധ്യായത്തിന്റെ മഹത്വം ഒരാൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുന്നത്, ഈ അധ്യായം പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്ന നേട്ടം എത്രയെന്ന് ഒരാൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുന്നത് അയാളുടെ മരണനേരത്തായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസും നമുക്ക് കാണാൻ കഴിയും. നമ്മളെല്ലാവരും സുപരിചിതമായി കേട്ടിട്ടുള്ള സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. സൂറത്തുൽ മുഅ്മിനൂൻ നമുക്ക് സുപരിചിതമാണ്. അള്ളാഹു ഈ അധ്യായത്തിന്റെ തണലിൽ നമ്മെ എത്തിച്ചു തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ബൈലാവി സൂറത്തുൽ മുഅ്മിനൂന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ മുഅ്മിനീന, ആരെങ്കിലും സൂറത്തുൽ മുഅ്മിനൂൻ പാരായണം ചെയ്യുന്ന പതിവ് ഉണ്ടെങ്കിൽ ബശ്ശറതുൽ മലായികതു ബിർറൗഹി വറൈഹാൻ, വലിയ വലിയ സന്തോഷങ്ങൾ കൊണ്ടും വലിയ വലിയ സ്വീകരണങ്ങൾ കൊണ്ടും മഹാന്മാരായ മലക്കുകൾ അവനെ സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല വമാ തഖറു ബിഹി ഐനുഹു ഇൻദ നുസൂലി മലക്കിൽ മൗത്ത്, സൂറത്തുൽ മുഅ്മിനൂൻ പാരായണം ചെയ്യുന്ന ആൾ അതിന്റെ പൂർണ്ണമായ നേട്ടം ആസ്വദിക്കുന്നത് മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സന്ദർഭത്തിലായിരിക്കും. വലിയ സന്തോഷം, കണ്ണിന് കുളിർമ എന്ന് പുണ്യനബി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ മുഅ്മിനൂൻ ഏകദേശം 118 ആയത്തുകളാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. വളരെ എളുപ്പത്തിൽ ഓതാവുന്ന ഒരു അധ്യായമാണ്. നല്ല രസകരമായ അവതരണമാണ്. ഏതായാലും ആ അധ്യായത്തിന്റെ പൂർണ്ണമായ നേട്ടം ഒരാൾക്ക് ബോധ്യപ്പെടുന്നത് മരണസമയത്തായിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അധ്യായം ഒരുപാട് ചരിത്രപരമായ ഒരുപാട് സ്ഥാനങ്ങൾ പിടിച്ചു പറ്റിയിട്ടുള്ള അധ്യായമാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇമാം അബൂ നുഐം തന്റെ ഹില്യയിൽ ഉദ്ധരിക്കുന്നുണ്ട്. عن أبي سعيد الخدري رضي الله عنه قال رسول الله صلى الله عليه وسلم പുന്നാര നബി തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ബനാ ജന്നാതി അദ്നിൻ ബിയദിഹി വബനാഹാ ലിബനതൻ മിൻ ദഹബിൻ വലബനതൻ മിൻ ഫില്ലാം. അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അതിപ്രധാന ഭാഗമായ ജന്നാത്ത് അദ്നിനെ അല്ലാഹു പടച്ചു. ജന്നത്ത് അദ്ൻ എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ ഒരു പ്രത്യേക ഭാഗം. സ്വർഗം 8 എണ്ണമാണല്ലോ, 8 തട്ടുകൾ. ജന്നാത്തുൽ ഫിർദൗസ്, ജന്നാത്തുൻ നഈം, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജന്നാത്ത് അദ്ൻ. ജന്നത്തു അദ്ൻ അല്ലാഹു പടയ്ക്കുന്ന നേരത്ത് റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ ഓരോ ഇഷ്ടികകളും, ഒരു ഇഷ്ടിക സ്വർണമാണ് എങ്കിൽ മറ്റേ ഇഷ്ടിക വെള്ളിയാണ്. അങ്ങനെ ഒന്നിടവിട്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടിക കൊണ്ട് അല്ലാഹു നിർമ്മിച്ചുണ്ടാക്കിയ ജന്നത്തു അദ്ൻ വജഅല മലാതുഹാ അൽ മിസ്ക وجعل ملاطها المسك وترابها الزعفران وحصباءها اللؤلؤ ثم قال لها تكلمي. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ ജന്നത്ത് അദ്ൻ, അതിന്റെ വിശേഷങ്ങൾ പറയുകയാണ്. അള്ളാഹു അതിന്റെ വാസനയെ കസ്തൂരിയുടെ വാസനയാക്കി. അവിടുത്തെ സുഗന്ധം കസ്തൂരിയുടെ സുഗന്ധമല്ലാത്ത മറ്റൊന്നും അവിടെ മണക്കാനില്ല. അതിന്റെ അകത്തെ മണം അതായിരിക്കും. മാത്രവുമല്ല, അതിന്റെ ചവിട്ടി നടക്കുന്ന ജന്നത്തു അദ്നിന്റെ മണൽ ഭാഗത്ത് അള്ളാഹു കുങ്കുമമാണ് നിറച്ചിരിക്കുന്നത്. അവിടുത്തെ ചരൽക്കല്ലുകൾ രക്തങ്ങളാണ്. ഇങ്ങനെ മനോഹരമായ ജന്നത്ത് അദ്നിനെ അള്ളാഹു പടച്ചിട്ട് ജന്നത്ത് അദ്നിനോട് അല്ലാഹു ഒന്ന് സംസാരിക്കാൻ പറയുകയാണ്. തകല്ലമീ, ജന്നത്ത് അദ്ൻ എന്ന സ്വർഗമേ, നീ ഒന്ന് വർത്താനം പറഞ്ഞേ എന്ന് അല്ലാഹു ജന്നത്ത് അദ്നിനോട് പറയാം. സ്വർഗത്തിന്റെ അതിപ്രധാന ഭാഗമായ ജന്നത്ത് അദ്ൻ, ആ ജന്നത്ത് അദ്നിന്റെ അനുഗ്രഹങ്ങൾ അല്ലാഹു പടച്ചു, ജന്നത്ത് അദ്നിനെ പടച്ചു. എന്നിട്ട് ഈ സ്വർഗത്തിന്റെ ഭാഗത്തോട് അല്ലാഹു പറഞ്ഞു, നീ ഒന്ന് സംസാരിച്ചേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജന്നത്ത് അദ്ൻ സംസാരിക്കുകയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിന്റെ 1-ാമത്തെ ആയത്താണ് ഈ ജന്നത്ത് അദ്ൻ സംസാരിച്ചതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ അർത്ഥം? എന്താ? തീർച്ചയായും മുഅ്മിനീങ്ങൾ വമ്പിച്ച വിജയം, എല്ലാ അർത്ഥത്തിലുമുള്ള വിജയം കൈവരിച്ചിരിക്കുന്നത് മുഅ്മിനീങ്ങളാ. അല്ലാഹു മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ജന്നത്ത് അദ്ൻ ആദ്യം സംസാരിച്ച വർത്താനം അതാ. ഇത് കേട്ട മലക്കുകൾ പറയാൻ തുടങ്ങി, തൂബാലകി മൻസിലൽ മുലൂക്ക്, മഹാന്മാർക്ക് രാജപദവി കിട്ടുന്ന പവിത്രമായ ഭവനമേ, ഓ ജന്നത്തു അദ്നെ, നിനക്ക് ഞങ്ങൾ മംഗളം നേരട്ടെ. കാരണം നീ ആദ്യം പറഞ്ഞ വർത്തമാനം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്നല്ലേ നീ ആദ്യം പറഞ്ഞ വർത്താനം. ഇത് സൂറത്തുൽ മുഅ്മിനിന്റെ ആദ്യത്തെ ആയത്താണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അബൂ നുഐം തന്റെ ഹില്യയിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഒരുപാട് മുഫസ്സിരിങ്ങൾ ഇത് ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു കസീർ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ബൈളാവി ഉദ്ധരിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയ സ്ഥാനമാണ് ഈ അധ്യായത്തിന്, സൂറത്തുൽ മുഅ്മിനൂൻ. എല്ലാവരും പാരായണം ചെയ്യണം. നമ്മുടെ ജീവിതത്തിന്റെ പുതിയ ഏടായിട്ട് സൂറത്തുൽ മുഅ്മിനൂൻ കടന്നു വരണം. മുൽക്ക് പാരായണം ചെയ്യുന്നവർ, വാഖിഅ പാരായണം ചെയ്യുന്നവർ, ഇതും ജീവിതത്തോട് ചേർക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. സൂറത്തുൽ മുഅ്മിനൂൻ പൂർണ്ണമായും പാരായണം ചെയ്യണം എന്നതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരാളുടെ ജീവിതത്തിൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിലെ 7 ആയത്തുകളെങ്കിലും പതിവുണ്ടെങ്കിൽ, 7 ആയത്ത്, അതായത് അതിന്റെ ആദ്യത്തിലെ 3 ആയത്തും അവസാനത്തെ 4 ആയത്തും നമ്മുടെ ജീവിതത്തിൽ പതിവുണ്ടെങ്കിൽ വലിയ വലിയ പുരോഗതികൾ നമുക്ക് കാണാൻ പറ്റും.
അത് സാമ്പത്തിക രംഗത്തും ആത്മീയ രംഗത്തും എല്ലാ മേഖലകളിലും നമുക്ക് പുരോഗതി കാണാൻ കഴിയും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടോ ഈ 7 ആയത്ത് മറക്കരുത്. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായം പൂർണ്ണമായും 118 ആയത്തുകളാണ്. അത് പൂർണ്ണമായും പാരായണം ചെയ്യുന്നവർ പൂർണ്ണമായും പാരായണം ചെയ്യാൻ ഒരുപാട് നേട്ടങ്ങളുണ്ട്. പറ്റുന്നില്ലേ അതിന്റെ ആദ്യത്തെ 3 ആയത്തും അവസാനത്തെ 4 ആയത്തും ഒഴിവാക്കരുത്, ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് ഉണ്ട്, കണ്ടോളൂ. ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ബൈളാവി അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്, മറ്റു പലരും ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസ് ഉണ്ട്. ഹബീബ് പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അവ്വലഹാ വആഖിറഹാ മിൻ കുനൂസിൽ ജന്നാ. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗവും അതിന്റെ അവസാന ഭാഗവും സ്വർഗത്തിന്റെ ഒരു നിധിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിധി എന്ന് പറഞ്ഞാൽ വിലയുള്ളതാ, അതും സ്വർഗത്തിലേത് എന്ന് പറയുമ്പോൾ വലിയ വിലയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗവും ഇതിന്റെ അവസാന ഭാഗവും സ്വർഗത്തിന്റെ നിധിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കേട്ടോളൂ, മൻ അമില ബിസലാസി ആയാത്തിൻ മിൻ അവ്വലിഹാ. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിന്റെ ആദ്യത്തിൽ നിന്നും ആരെങ്കിലും 3 ആയത്തുകൾ പാരായണം ചെയ്താൽ വത്തഅല ബി അർബഇൻ മിൻ ആഖിരിഹാ, അവസാന ഭാഗത്ത് പറയുന്ന 4 ആയത്തുകൾ ഉണ്ടല്ലോ, അതും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഫഖദ് നജാ വ അഫ്ലഹ, തീർച്ചയായും അവൻ രക്ഷപ്പെട്ടു. അവൻ ഒരു പ്രതിസന്ധിയില്ല, എല്ലാത്തിലും അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവനൊരു പ്രയാസമില്ല, അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവനൊരു ഇടങ്ങേറില്ല, അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു അവനെ വിജയിപ്പിച്ചു കഴിഞ്ഞു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ മുഅ്മിനൂൻ ആദ്യത്തെ 3 ആയത്ത്, അവസാനത്തെ 4 ആയത്ത്. നമുക്ക് നോക്കാം. ആദ്യത്തെ 3 ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. ഇതാണ് 3 ആയത്ത്. എന്തായി പറഞ്ഞത്? തീർച്ചയായിട്ടും വമ്പിച്ച വിജയം കൈവരിച്ചിരിക്കുന്നത് മുഅ്മിനീങ്ങളാ. അല്ലാഹു നമ്മെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. വമ്പിച്ച വിജയം കൈവരിച്ചവർ മുഅ്മിനീങ്ങളാണ്. അവരുടെ പ്രത്യേകത എന്താ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നിസ്കരിക്കുമ്പോൾ ഹൃദയത്തിന് ഏകാഗ്രതയുണ്ട്, അള്ളാഹുവിനെ ഭയക്കുന്നുണ്ട്. അവർ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യമുള്ളവരാണ് അവർ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യം കിട്ടാൻ ഇത് ഓതിയാൽ മതി. മുഅ്മിനിന്റെ ഗുണങ്ങളൊക്കെ ഇതിലുണ്ട്. ഒരാൾക്ക് സ്വയം ഹിദായത്തിന് വേണ്ടി ഇത് ഓതിയാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ ഇത് ഓതിയാൽ മതി. പിന്നെയോ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, പാഴ്വർത്തമാനങ്ങളും പാഴ്വേലകളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പണികളും വാക്കുകളും ഒന്നും അവർ പറയൂല, അതിനെ അവഗണിച്ച് തള്ളിമാറ്റും. ഇതാണ് ആദ്യത്തെ 3 ആയത്ത് പറഞ്ഞത്. അവസാനത്തെ 3 ആയത്ത് നോക്കി, അവസാനത്തെ 4 ആയത്ത്, അങ്ങനെ ഈ 7 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ ഭാവിക്കുന്നുവോ അള്ളാഹു നിങ്ങളെ വെറുതെ പഠിച്ചതാണെന്ന് ഭാവിക്കുന്നുവോ? ഒന്ന് ചിന്തിക്കണേ. ഇത് ജീവിതത്തിൽ ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെട്ടു. തീർച്ചയായും നിങ്ങൾക്ക് മരണമുണ്ട്. മരണം കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നിങ്ങളെ വിചാരണയ്ക്ക് കൊണ്ടുവരപ്പെടലുണ്ട്. ഫതഅലല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ കരീം. അള്ളാഹു എത്രയോ മഹോന്നതനാണ്. അവനാണ് യഥാർത്ഥ രാജാവ്, അവനാണ് ഹക്ക് നടപ്പാക്കുന്ന രാജാവ്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാത്ത മറ്റൊരു ആരാധ്യനില്ല. റബ്ബുൽ അർശിൽ കരീം, അവനാണ് മഹത്തരമായ അർശിന്റെ അധിപൻ. അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടുത്തുന്ന ആയത്താണത്.
വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. അല്ലാഹുവിനെ ശിർക്ക് വെക്കുന്ന ആള് തീർച്ചയായും അല്ലാഹു അവനെ വേണ്ട പോലെ വിചാരണ ചെയ്യും. അല്ലാഹുവിനെ നിഷേധിക്കുന്നവൻ ഒരിക്കലും വിജയിക്കൂല. അവസാനത്തെ ആയത്ത് കേട്ടോ, അല്ലാഹുവേ നീ പൊറുക്കണേ, അല്ലാഹുവേ നീ കരുണ ചെയ്യണേ. അല്ലാ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവൻ നീയാണ് അല്ലാ, നിനക്കപ്പുറം ഇനി കരുണ ചെയ്യാൻ ആരുമില്ല അല്ലാ. ഇപ്പോൾ ഈ 4 ആയത്ത് അഫഹസിബത്തും എന്ന് തുടങ്ങുന്ന ഈ 4 ആയത്തും ആദ്യം ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ 3 ആയത്തുകളും ഈ 7 ആയത്ത് ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹബീബ് പഠിപ്പിക്കുകയാണ്, എന്നാൽ ആ മനുഷ്യൻ ഫഖദ് നജാ വ അഫ്ലഹ, എല്ലാ പ്രതിസന്ധിയിലും അവൻ വിജയം കൈവരിച്ചു, അവൻ പൂർണ്ണമായും വിജയിച്ചു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സൂറത്തുൽ മുഅ്മിനൂൻ പതിവാക്കാൻ പറ്റാത്തവർ, അതിന് കഴിയുന്നില്ല എങ്കിൽ ഇതിന്റെ ആദ്യത്തെ 3 ആയത്തും അവസാനത്തെ 4 ആയത്തും ഓതിയാൽ തന്നെ വലിയ നേട്ടമുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് നേട്ടങ്ങളല്ലേ. ഒരു രോഗി, ഒരാൾ സുഖമില്ലാതെ കിടക്കാൻ സൂറത്തുൽ മുഅ്മിനൂൻ ചെവിയിൽ ഓതിയാൽ മതി. ചെവിയിൽ സൂറത്തുൽ മുഅ്മിനൂൻ ഓതിയിട്ട് തന്നെ എത്രയോ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രോഗികളുടെ അടുക്കൽ പലതും ഓതാം. സൂറത്തുൽ റഅദ് ഓതാം. ദാഹം ഉണ്ടാവില്ല രോഗിക്ക്, പ്രത്യേകിച്ച് മരണാസന്നനായ ആളാണെങ്കിൽ. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ എപ്പോഴും ഓതേണ്ടതാണ്. സൂറത്ത് യാസീൻ ഒരു രോഗിയുടെ മുന്നിൽ, മരണാസന്നനായ ആളുടെ മുന്നിൽ എപ്പോഴും ഓതേണ്ട സൂറത്ത് യാസീനാണ്. പിന്നെ സൂറത്തുൽ മുഅ്മിനൂൻ ഓതാം. രോഗം മാറേണ്ട രോഗാണെങ്കിൽ മാറും. സ്വഹാബികൾ തന്നെ അത്ഭുതങ്ങൾ, ഇതിന്റെ വലിയ മാസ്മരികമായ ആ ഒരു കറാമത്ത്, ഈ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിന്റെ കറാമത്ത് നമുക്ക് അനുഭവപ്പെടും. മഹാനായ ഇമാം ബൈഹഖി ഇവിടുത്തെ ദഅവാത്തുൽ കബീറിൽ ഒരു ഹദീസ് പറയുന്നത് കാണാം. ഒരു സ്വഹാബിക്ക് ഒരു പ്രയാസം വന്നു, ഒരു മുസീബത്ത് അടങ്ങേറ് വന്നു, അയാൾ രോഗിയാണ്. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനായ സ്വഹാബി, ഖുർആൻ കൊണ്ട് മാസ്മരികമായ പല അത്ഭുതങ്ങളും സൃഷ്ടിച്ച സ്വഹാബി, ഇശലിന്റെ ഇമ്പമാർന്ന ഈണത്തിൽ പാരായണം ചെയ്യുന്നത് കേട്ടപ്പോ റസൂലുള്ളാഹി പോലും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പാരായണം ചെയ്യണേ മോനെ, ഞാനൊന്ന് കേൾക്കട്ടെ. മൻ സറഹു അൻ യഖറഅൽ ഖുർആന റതബൻ കമാ നുസില ഫലയഖറ അലാ ഖിറാഅത്തി ഉമ്മി അബ്ദി നബിയുനാ റസൂലുള്ളാഹി. ജിബ്രീൽ വഹി പറഞ്ഞത് ഏതൊരു രൂപത്തിലാണോ, ഏതൊരു ഈണത്തിലാണോ ആ വഹി ഇറങ്ങി വന്ന ഖുർആനിനെ പച്ചയായി തന്നെ അതുപോലെ പാരായണം ചെയ്യുന്നത് കേൾക്കാനും പഠിക്കാനും അതുപോലെ അനുകരിക്കാനും ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇബ്നു മസ്ഊദിനെ അനുകരിച്ചോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്റാ അലയ്യ സ്വഹീഹുൽ ബുഖാരി, മോനെ നീ എനിക്കൊന്ന് പാരായണം ചെയ്തു തന്നെ. ഖുർആൻ കൊണ്ട് അത്ഭുതം കാണിച്ച സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ കൊണ്ട് സ്വർഗം വാങ്ങിയ സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ജന്നത്തുൽ ബഖീഇല ഖബർ നമുക്ക് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ കൊണ്ട് ഹിദായത്തിലേക്ക് ഒരുപാട് പേരെ കൊണ്ടുവന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ കൊണ്ട് ബദറിൽ പങ്കെടുക്കാനുള്ള അവസരം നേടിയ സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ കൊണ്ട് അബൂജഹലിന്റെ കഴുത്തറുത്തവനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മഹാൻ ഖുർആൻ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ആ മഹാനതെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇഖ്റാ അലയ്യ, മോനെ എനിക്കൊന്ന് ഓതി തന്നെ ഞാൻ കേൾക്കട്ടെ. ഞാൻ ചോദിച്ചു, അഖ്റാ അലൈക, നബിയെ ഞാൻ അങ്ങേക്ക് ഖുർആൻ പാരായണം ചെയ്തു തരണോ? അങ്ങ് ഇഖ്റാ ബിസ്മിയുടെ നായകനല്ലേ നബിയെ, ഞാൻ അങ്ങേക്ക് പാരായണം ചെയ്തു തരണോ? ഇന്നി അസ്തഹി അൻ അസ്മഉഹു മിൻ ഗൈരി, മറ്റൊരാൾ പാരായണം ചെയ്യുന്നത് കേൾക്കാനും എനിക്ക് ഇഷ്ടമാണ് നബിയുനാ റസൂലുള്ളാഹി. ഫഖറഅതു, ഞാൻ അങ്ങനെ ഓതിക്കൊടുത്തു. സൂറത്തുൻ നിസാ ആണ് ഞാൻ ഓതിക്കൊടുത്തത്. 40 ആയത്ത് വരെ റസൂലുള്ളാഹി സശ്രദ്ധം ഇങ്ങനെ കേട്ടിരിക്കാണ്. സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്തിലേക്ക് ഞാൻ അങ്ങ് കടന്നു. فكيف إذا جئنا من كل أمة بشهيد
വജിഅനാ ബിക അലാ ഹൗലാഇ ശഹീദാ. സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്ത് മഹ്ശറയാ പറയുന്നത്. എല്ലാ നബിമാരെയും അവരുടെ സമൂഹത്തിന്റെ മുന്നിൽ വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോ ഈ നബി എത്തിച്ചു തന്നതാണോ, ഈ നബി നിങ്ങൾക്ക് പ്രബോധനം ചെയ്തോ എന്ന് ചോദിക്കുന്ന ഒരു രംഗം, മഹ്ശറയെ കുറിച്ച് പറയുന്ന ഭീകരമായ രംഗം സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെയും ഇതുപോലെ വിചാരണ ചെയ്യുന്നു എന്ന് പറയുന്ന രംഗം. ഇതങ്ങ് കേട്ടതോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, അംസിക്ക്, നിർത്തുമോനെ. ഫറഅയ്തു ഐനൈഹി തദ്റുഫാനി, ഞാൻ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ഓതിയ ഭാഗം കേട്ടിട്ട് കരഞ്ഞു പോയി. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ കരയിപ്പിച്ച ഖിറാഅത്ത ഇബ്നു മസ്ഊദിന്റേത്. ഒരിക്കൽ ഇങ്ങനെ പോവാ, അപ്പൊ കേട്ടു ഒരു സ്വഹാബിക്ക് വല്ലാത്ത പ്രയാസമുണ്ടെന്ന്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കടന്നു ചെല്ല. ഈ ഹദീസ് ഒരുപാട് മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖിയുടെ ദഅവാത്തുൽ കബീറിൽ ഹദീസ് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു ചെന്നു. ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ടും അദ്ദേഹത്തിന് രോഗമാണ്, കിടപ്പാണ്, സുഖമില്ല, വലിയ മുസീബത്ത് ബാധിച്ചേക്കാന്ന ഹദീസിലുള്ളത്. മുസാബൻ, ഒരു പ്രയാസക്കാരനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അയാളുടെ ചെവിയിലേക്ക് അങ്ങ് ഓതാൻ തുടങ്ങി. ഒരുപാടൊന്നും ഓതിയില്ല. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിന്റെ അവസാനത്തെ 4 ആയത്തുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ആദ്യത്തെ 3 ആയത്തും അവസാനത്തെ 4 ആയത്തും. ഈ അവസാനത്തെ 4 ആയത്ത് ഈ രോഗിയുടെ ചെവിയിൽ ഓതി. പഠിച്ചു വെച്ചോ, രോഗിയുടെ രോഗം മാറാൻ, ഏത് രോഗവും മാറാൻ ഈ ആയത്ത് മതി. ഓതണ്ട പോലെ ഓതണം. കേട്ടോ കേട്ടോ കേട്ടോ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ രോഗിയുടെ ചെവിയിലങ്ങ് ഓതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബ്സൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. ഈ ആയത്തുകൾ ഇങ്ങനെ അങ്ങ് ഓതാൻ തുടങ്ങി. അവസാനത്തെ 4 ആയത്ത് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിന്റെ അവസാനത്തെ 4 ആയത്ത് ഹത്താ ഖതമ, ആ അധ്യായം പൂർത്തീകരിച്ചങ്ങോതി. അതായത് അവസാനത്തെ 4 ആയത്ത് ഓതിയപ്പോൾ ഫബരിആ, രോഗിയതാ, രോഗം മാറി, എല്ലാ പ്രയാസങ്ങളും മാറി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയുടെ ചെവിയിൽ ഓതിയ ആയത്തുകൾ ഈ 4 എണ്ണമാണ്. രോഗിയുടെ ചെവിയിൽ ഓതിയ ആയത്ത്. സംഭവം ഒരു അത്ഭുതമായി. ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഫദക്കറ ദാലിക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബേ, ഒരു രോഗിയുടെ ചെവിയിൽ ഞാൻ ഇത് ഓതി മന്ത്രിച്ചപ്പോൾ അയാളുടെ രോഗം മാറി നബിയെ. ഇത് കേട്ട റസൂലുള്ളാഹി പറഞ്ഞു, മോനെ നീ എന്താടാ ഓതി മന്ത്രിച്ചത്? നബിയെ, ബിമാദാ ഖറഅത ഫീ ഉദ്നിഹി, എന്താ ഇബ്നു മസ്ഊദേ അദ്ദേഹത്തിന്റെ ചെവിയിൽ ഓതിയത്? നബി, ഫഹസിബ്തും എന്ന് തുടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിന്റെ അവസാനത്തെ 4 ആയത്ത്, അതാണ് ഞാൻ ഓതിയത് നബിയെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പഠിച്ചു വെച്ചോ, റസൂലുള്ളാഹി പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവേ തന്നെയാണ് സത്യം. ആരാ സത്യം ചെയ്ത് പറയണത്? ജീവിതത്തിൽ പറഞ്ഞതൊന്നും പിഴച്ചിട്ടില്ലാത്ത ആൾ സത്യം മാത്രമേ പറയൂ. ആ ആള് സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ അതിനൊരു ഗൗരവമുണ്ട്. അല്ലാഹുവേ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ മുഖിനൻ ഖറഅഹാ അലാ ജബലിൽ ലസാല, ഒരു പർവ്വതം നീങ്ങിപ്പോകണം, ഒരു പർവ്വതം പൊടിഞ്ഞു വീഴണം, ഒരു പർവ്വതം ഒലിച്ചു പോകണം എന്ന നിയ്യത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് നടത്തും. ഈ അധ്യായത്തിന് അതിനുള്ള പവർ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഈ കലാമിന്റെ മുഅ്ജിസത്തിനെ വിശ്വസിച്ചുകൊണ്ട്, ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ 4 ആയത്ത്, ഈ 4 ആയത്ത് ഒരാളങ്ങ് ഓതിയാൽ, ഇബ്നു മസ്ഊദേ, ആ പർവ്വതം ഒലിച്ചു പോകുമടാ. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പർവ്വതം ഒലിച്ചു പോകും, ഒഴുകിപ്പോകും, പൊടിഞ്ഞു വീഴും, ഇടിഞ്ഞു വീഴും, തകർന്നു പോകും.
പർവ്വതത്തെ തകർക്കാനുള്ള പവറായി 4 ആയത്ത്. ഇവിടെ റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന റജുലൻ മൂഖിനൻ, മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച് വേണം ചെയ്യാൻ. എന്നാൽ ആ അത്ഭുതം വരെ സംഭവിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സൂറത്തുൽ മുഅ്മിനൂൻ പാരായണം ചെയ്യണം. മിനിമം ആദ്യത്തെ 3 ആയത്തും അവസാനത്തെ 4 ആയത്തും. ഞാൻ ഒന്നുകൂടി കടത്തി പറയാം. ആദ്യത്തെ 10 ആയത്തിന് വേറെ പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ 10 ആയത്ത് വലിയ പ്രത്യേകത ഉള്ളതാണ്. നമ്മുടെ ഹിദായത്ത് നിലനിൽക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് സമ്പാദിക്കാൻ അള്ളാഹു എത്രയാ ഈ ഗ്രന്ഥത്തിൽ വെച്ചിരിക്കുന്നതെന്നറിയോ? നമുക്ക് സമ്പാദിക്കാൻ എത്രയാ വെച്ചിരിക്കുന്നത്. ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. ഈ ഗ്രന്ഥം പറഞ്ഞതാണ് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ. ഈ ഗ്രന്ഥത്തിന്റെ വചനമാണിത്. ദുനിയാവില് ഹസനത്ത് തരണേ, ആഖിറത്തിലും തരണേന്നാ. എല്ലാ നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. ഈ ആയത്തുകൾ 7 നമ്മുടെ ജീവിതത്തിൽ പതിവുണ്ടാവണം. റസൂലുള്ളാഹി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കിക്കോ, ഈ അധ്യായത്തിന്റെ ആദ്യത്തെ 10 വചനം സത്യവിശ്വാസത്തിന്റെ എക്കാലത്തെയും മികച്ച നിലപാടുകളാണ്. ആദ്യത്തെ 10 ആയത്തിന്റെ പ്രത്യേകത കേട്ടോ. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരുപാട് മുഹദ്ദിഥുകൾ വേറെയും ഉദ്ധരിക്കുന്നുണ്ട്. ഹാക്കിം ഉദ്ധരിക്കുന്നുണ്ട്. മുസന്നഫ് ഇബ്നു അബി ശൈബ ഉദ്ധരിക്കുന്നുണ്ട്. ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. തുർമുദിയിൽ ഇമാം തുർമുദി ഉദ്ധരിക്കുകയാണ്, അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്തിനെ പറ്റി ഇപ്പൊ നമ്മൾ പറയുന്നത്? സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഈ അധ്യായത്തിന്റെ ആദ്യത്തെ 10 ആയത്തുകളുടെ പ്രത്യേകത, അത് സത്യവിശ്വാസത്തിന്റെ എക്കാലത്തെയും ഉറച്ച തിയറിയാണ്. ആ 10 ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗ്ഗ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ 10 ആയത്ത് ഓതിയാൽ മാത്രം പോരാ. ആ 10 ആയത്തിൽ പറയുന്ന ആശയം ജീവിതവുമായി ബന്ധമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 10 ആയത്ത് ഓതി അർത്ഥം പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നെന്തായാലും നടക്കൂല. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഓതി അർത്ഥം പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഉൻസില അലൈഹിൽ വഹ്യു, അവിടത്തേക്ക് വഹ്യ് വന്നു കഴിഞ്ഞാൽ സമിഅ ഇൻദ വജ്ഹിഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്നും കേൾക്കാൻ കഴിയുമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖഭാവത്തിൽ നിന്നും ഈ തേനീച്ച മൂളുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കാം, മുഖത്തിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ കഴിയും. അങ്ങനെ വഹി വരുന്ന ശബ്ദം ഞങ്ങൾക്ക് തിരിയൂല. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഈ ഹദീസിന് തുഹ്ഫത്തുൽ അഹ്വദി കൊടുക്കുന്ന വ്യാഖ്യാനം, മനസ്സിലാകാൻ പറ്റാത്ത ഒരു മൂളക്കം ജിബ്രീലിന്റെ ശബ്ദമാണ്. റസൂലുള്ളാഹിയുടെ മുഖത്തുനിന്ന് തന്നെ സ്വഹാബികൾക്ക് പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബികൾ വലാ യഫ്ഹമുൽ ഹാദിറുൻ മിൻ സൗതിഹി ശൈഅ, കേൾക്കുന്ന ശബ്ദത്തിൽ നിന്നൊന്നും മനസ്സിലാവില്ല, പക്ഷെ ഒരു മൂളക്കം ശരിക്കും ശ്രദ്ധിച്ചാൽ ഈ വഹ്യ് വരുന്ന സമയത്ത് അവിടുത്തെ മുഖഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കേൾക്കാൻ കഴിയുമെന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ വഹ്യ് വന്നു. അങ്ങനെ വഹ്യ് കഴിഞ്ഞു. ആ സമയത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഹ്യ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ സിദ്നാ വലാ തൻഖുസ്നാ വഅക്രിംനാ വലാ തുഹിന്നാ വഅഅ്തിനാ വലാ തഹരിംനാ വആഥിർനാ വലാ തുസിർ അലൈനാ വർളിനാ വഅർളി അന്നാ. അല്ലാഹുവേ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആരക്കാണ്, പടച്ചോനെ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ, ഞങ്ങൾക്ക് തന്നത് കുറവ് വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ ആദരിക്കണേ, നീ ഞങ്ങളെ നിസ്സാരപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകണേ, ഞങ്ങൾക്ക് തടയല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ തെരഞ്ഞെടുക്കണേ, ഞങ്ങൾക്ക് എതിരിൽ മറ്റുള്ളവരെ തെരഞ്ഞെടുത്ത് വിടല്ലേ അല്ലാ. റബ്ബേ, നീ ഞങ്ങളെ പൊരുത്തപ്പെടണേ, ഞങ്ങൾക്ക് നിന്നോട് പൊരുത്തമാക്കി തരണേ. ഇങ്ങനെ അങ്ങ് ദുആ ചെയ്തിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഉൻസില അലയ്യ 10 ആയാത്തിൻ, എനിക്ക് 10 ആയത്തുകളാണ് ഇപ്പോൾ അല്ലാഹു വഹി അറിയിച്ചു തന്നിരിക്കുന്നത്. ആ 10 ആയത്തുകൾ ആരെങ്കിലും ജീവിതവുമായി ബന്ധപ്പെടുത്തിയാൽ, മൻ അഖാമഹുന്ന, ആ 10 ആയത്തുകളെ ആരെങ്കിലും ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ, ദഖലൽ ജന്ന,
അവന് സ്വർഗമാണ്, അവന് സ്വർഗമാണ്, അവന് സ്വർഗമാ നബിയുനാ റസൂലുള്ളാഹി. ഇതങ്ങ് പറഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യത്തെ 10 ആയത്തുകൾ അങ്ങ് ഓതാൻ തുടങ്ങി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഒഴിവാക്കേണ്ടതല്ല, നമുക്കിത് ജീവിതത്തിൽ പകർത്തണം, കൊണ്ടു നടക്കണം. ആദ്യത്തെ 10 വചനം മുത്തുനബിയുടെ സ്വഭാവമാണ്. അതുകൊണ്ടാ പറഞ്ഞത് ഈ 10 ആയത്ത് ജീവിതവുമായി ബന്ധമുണ്ടെങ്കിൽ അവന് സ്വർഗമാണ്. മുത്തുനബിയുടെ സ്വഭാവമാണ് ആദ്യത്തെ 10 ആയത്ത്. ആ 10 ആയത്ത് നമ്മൾ ഓതിപ്പോരാണെങ്കിൽ നമ്മുടെ ഹിദായത്ത് നിലനിൽക്കും. കാരണം മുത്തുനബിയുടെ സ്വഭാവമാണ് അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി അല്ലാതെ ആർക്കാ ഹിദായത്ത്? ആർക്കും ഹിദായത്തില്ല. മലക്കുകൾക്കും ജിന്നുകൾക്കും ഒക്കെ റസൂലാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസത്തിന്റെ സമ്പൂർണമായ ഒരു തുക ആദ്യത്തെ 10 ആയത്താ. അതായത് മുത്തുനബിയുടെ സ്വഭാവം മുഴുവൻ ആ 10 ആയത്തിലുണ്ട്. ഇനി കണ്ടൊരു ഹദീസ് ഞാൻ വെറുതെ പറയല്ല, ഇമാം ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ഹദീസ്. അൻ യസീദ് ബിൻ ബാബനൂസ് അന്നഹു ഖാൽ ഖുൽനാ ലി ആയിഷ റളിയല്ലാഹു അൻഹാ. താബിഈങ്ങളിൽ പ്രമുഖനായ യസീദ് ബിൻ ബാബനൂസ് എന്ന് പറയുന്ന മഹാനായ ആ മനുഷ്യൻ ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഒരു സംഘം ആളുകളോട് ചോദിച്ചു, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു ഉമ്മ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞപ്പോ എന്താ? എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പാരായണം ചെയ്യാൻ തുടങ്ങി. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഈ 10 ആയത്തുകളിൽ പറയുന്ന 10ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനമാണ് 11ാമത്തെ ആയത്ത്. 10 ആയത്ത് പൂർണ്ണമായിട്ടും ഈ 10 ആയത്തുകളിൽ പറയുന്ന 10ഓളം സ്വഭാവ വിശേഷങ്ങൾ അങ്ങ് ഓതാൻ തുടങ്ങി. മഹദി അവറുകൾ അങ്ങ് ഓതി വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. 10ാമത്തെ സ്വഭാവം വരെയുള്ള ഈ 10 ആയത്തുകൾ, 10 സ്വഭാവങ്ങൾ പറഞ്ഞ 10 ആയത്തുകൾ അങ്ങ് ഓതിയിട്ട് കാലത്ത് ഹക്കദാ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെയായിരുന്നു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. അതാണ് ഈ 10 ആയത്തുകളുടെ പ്രത്യേകത. ആദ്യത്തെ 10 ആയത്ത് ഇബ്നു കസീർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കണ്ടോളൂ, ഹിദായത്ത് പൂർണ്ണമായവരുടെ എല്ലാ സ്വഭാവങ്ങളും ഈ 10 ആയത്തുകളിലുണ്ട്. ആദ്യത്തെ 10 ആയത്തുകളിൽ എത്ര വലിയ ദുസ്വഭാവം ഉണ്ടെങ്കിലും ഈ ആദ്യത്തെ 10 ആയത്തുകൾ കൊണ്ട് തന്നെ ഒരാളുടെ ദുസ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കൊരു ദുസ്വഭാവം ഉണ്ടെങ്കിൽ ഈ 10 ആയത്ത് പതിവാക്കിയാൽ മതി. ഇനി മറ്റൊരാൾക്കൊരു ദുസ്വഭാവം ഉണ്ട്, അയാൾക്ക് മാറ്റാൻ വേണ്ടി അത് ഓതിയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ കെട്ടിവെച്ചു കൊടുക്കുക എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ട് കെട്ടിവെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് ഓതി കൊടുക്കുക. ഒരു കള്ളുകൂടിയുള്ള ഒരാളുണ്ട്, അത് മാറ്റാൻ. മഹാന്മാരായ മൂമിനീങ്ങളുടെ സ്വഭാവം ഇതിൽ പറയുന്നു. മൂമിനീങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. മഹാനായ സി.എച്ച്. ഹൈദറസ് മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ഖബർ വെളിച്ചാക്കട്ടെ, മഹാനവരുകൾ ഒരിക്കൽ മഗ്‌രിബിന് പള്ളി പോകുന്ന നേരം എപ്പോഴും കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരാളുടെ വീട്ടുംപടിക്കകടെ പോകുന്നത്. മഹാനവറുകള് എല്ലാ ദിവസവും ഇത് കാണാം. ആരും ഉപദേശിച്ചിട്ടും നന്നായില്ല. സി.എച്ച്. ഹൈദറസ് ഉസ്താദ് കടന്നു നിന്നിട്ട് നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, മോനെ ഇനി നീ കുടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇനി ഞാൻ കുടിക്കുള്ളൂ ഉസ്താദ്. ആ കൈ വെച്ച് പറഞ്ഞ ഒരൊറ്റ വർത്താനം കൊണ്ട് ആ മനുഷ്യൻ ഹിദായത്തിലായെന്ന. മോമിനീങ്ങളുടെ നാവ് അങ്ങനെയാ, അവരുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് അവർ പറഞ്ഞാൽ അതനുസരിക്കും. ആ മനുഷ്യൻ പിന്നെ നന്നായിന്ന. ഈ 10 ആയത്തുകളിൽ മോമിനീങ്ങളുടെ സർവ്വ സ്വഭാവങ്ങളും പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം മൊത്തം അതിലുണ്ടെന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. ഇനി കണ്ടോളൂ, മനാഫിഉൽ ഖുർആനിൽ അലീം, ഇമാം ജഅഫർ ബിൻ മുഹമ്മദ് സാദിഖ് എന്ന് പറയുന്ന മഹാനവറുകളുടെ ഒരു കിതാബാണ്. അതിൽ കാണാം, മൻ കതബഹാ 3 മറാത്തിൻ ഫീ 3 അയ്യാമിൻ ഐ ഫീ കുല്ലി യൗമിൻ മറാ ഫീ ഖിർഖത്തിൻ ബൈളാ. സൂറത്തുൽ മുഅ്മിനൂൻ ഒരു വെള്ളത്തുണിയിൽ ഒരു ദിവസം എഴുതി ഒരാള്. സൂറത്തുൽ മുഅ്മിനൂൻ വെള്ളത്തുണിയിൽ എഴുതി, അല്ലെ അതുപോലെ എഴുതാൻ പറ്റിയ എന്തെങ്കിലും ഒരു പ്രതലത്തിൽ എഴുതുമ്പോ ഈ ഐക്കൽ പോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള എഴുത്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏലസ ഐക്കൽ പോലെയുള്ള ആ എഴുത്ത് എഴുതിയിട്ട് അത് ഐക്കൽ പോലെ ഒരു പെട്ടിയിലൊക്കെ ആയിട്ടാണ്, പുറത്തേക്ക് ഒട്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അടച്ച വെച്ച രീതിയിലാണ് ഇത് എഴുതി ശരീരത്തിൽ സൂക്ഷിക്കുന്നത് എങ്കിൽ ഒളു വേണമെന്നില്ല. അതങ്ങ് എഴുതി ഒരു വെള്ളത്തുണിയിലേക്കോ മറ്റോ എഴുതിയിട്ട് ഒരു പ്രാവശ്യം എഴുതി, എന്നിട്ടോ
രാത്രിയാവുമ്പോ കള്ളുകൂടി എന്റെ ശരീരത്തിൽ അത് കെട്ടിവെച്ചാൽ, ഒരു പ്രാവശ്യം വെള്ളത്തുണിയിൽ എഴുതിയത് രാത്രി കെട്ടണം. കള്ളുകൂടി എന്റെ ശരീരത്തിൽ ഈ ആയത്ത് എഴുതി വെച്ചത് കെട്ടിവെച്ചാൽ ലാ യശ്റബുഹ, പിന്നെ അവൻ ഒരിക്കലും കള്ളു കുടിക്കൂല. 3 ദിവസം അങ്ങനെ ചെയ്യണമെന്ന. സലാസ മറാത്തിൻ ഫി സലാസത്തി അയ്യാം. ഒരു ദിവസം ഒരു പ്രാവശ്യം, രണ്ടാമത്തെ ദിവസം അങ്ങനെ ചെയ്യണം, മൂന്നാമത്തെ ദിവസം 3 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് അവന്റെ ശരീരത്തിലെ കള്ളുകൂടി അവന്റെ ശരീരത്തിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൻ കള്ളു കുടിക്കൂല. മാത്രവുമല്ല അവന്റെ കള്ളുകൂടി അവന് തന്നെ വെറുപ്പാവും. മനാഫിഉൽ ഖുർആനിൽ അലീം എന്ന കിതാബിൽ ഇമാം ജഅഫർ ഇബ്നു മുഹമ്മദ് സാദിഖ് എന്ന് പറയുന്നവർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കള്ളു കുടിക്കണ കാര്യം ആലോചിക്കുമ്പോൾ അവന് തന്നെ വെറുപ്പാവും. പലരും നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു പരാതിയാണ് ദുസ്വഭാവം മാറാൻ വേണ്ടിയിട്ട് സൂറത്തുൽ മുഅ്മിനൂൻ ഊതിയ ഭക്ഷണമോ വെള്ളമോ കൊടുക്കാം. നമ്മൾ അവരറിയണ്ട, അറിഞ്ഞോ കൊടുക്കാം, അറിയാതെയും കൊടുക്കാം. മദ്യപാനം ഉള്ളവൻ മദ്യപാനം നിർത്തും, വാശിയുള്ളവൻ വാശി മാറും, സൽ സ്വഭാവം വരും. ഇനി മുഴുവനും കൂടി ഓതാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യത്തെ 10 ആയത്ത് ഓതണം, അവസാനത്തെ 4 ആയത്ത് ഓതണം. നമ്മൾ നേരത്തെ ഓതാൻ പറഞ്ഞ ആയത്ത് 3 അവസാനത്തെ 4 ഇതങ്ങനെയല്ല, ആയത്തെ 10 തന്നെ ഓതണം. ആയത്തെ 10 നിർബന്ധമായിട്ട് ഊതി അങ്ങോട്ട് കൊടുക്കുക, സ്വഭാവമൊക്കെ മാറിക്കോളും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ആദ്യത്തെ 10 ആയത്തിന്റെ മാസ്മരികമായ ഒരു പ്രത്യേകത ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.